നബി ഞങ്ങൾ പല ഹദീസിലുണ്ട്, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ദനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ആ ഉപദേശത്തിൻ്റെ ഊക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിനൊരു അവകാശം കൂടി അയൽവാസിക്ക് ഉണ്ടെന്നെങ്ങാനും പറയുമോ. മക്കൾക്കും ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ അവകാശമുള്ളതുപോലെ അയൽവാസിക്കുമുണ്ടൊരു അവകാശം എന്ന് പറയുമോ എന്ന് വിചാരിക്കുമാറ് അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ സ്വലാം വന്ന് എനിക്ക് ഉപദേശം നൽകി, വസിയത്ത് നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ അയൽവാസി കൂടി മനസ്സ് വെക്കണം. അയൽവാസി കൂടി നമ്മളെ തൃപ്തി ഉണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. 10 കൊല്ലം പാർത്തിട്ടും 10 കൊല്ലം അയൽവക്കത്ത് താമസിച്ചിട്ടും അയൽവാസി ആരും അറിഞ്ഞാന്നുള്ളത് വലിയ ക്രെഡിറ്റൊന്നുമല്ല. വലിയ മധുരം കയറ്റും വെച്ചുകൊണ്ട് 10 കൊല്ലമായി അപ്പുറം താമസിക്കും, പക്ഷെ അപ്പുറത്ത് ആരും താമസിക്കണേ നമുക്കറിയില്ല, ഞങ്ങളാണ്ടും പോയാൽ ഒരു കണ്ടും വരില്ല, അതത്ര വലിയൊരു കാര്യമൊന്നുമല്ല. അത് അവകാശമായിട്ടല്ല, അതൊരു പിന്നെ നല്ലതിക്ക് ഒരു നമ്മുടെ ഒരു വകയേറ്റ് കൊടുക്കുകയാണ്. മറ്റൊരു അവകാശമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കൾക്ക് അവകാശമാണ്. അതേപോലെ വിഹിതം ഒരു 3-1 അല്ലെങ്കിൽ 4-1 ഒരു 8-1 അയൽവാസിക്ക് കൊടുക്കണം എന്ന് പറയുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മറ്റു സ്വാഭാവികത്തിന് ഒരു നന്മയുടെ ഭാഗമായിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലും കൊടുക്കുക, ഒരു സന്തോഷത്തിന് സമാധാനത്തിന് എന്നാണ്.